നമസ്കാരം. ഗസക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി ഐഹൂദ് ഓൾമർട്ട് എത്തിയിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാത്രമേ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഒരു ദിവസം ഇസ്രായേൽ ഇത് നിർത്തും. ആര് പറഞ്ഞിട്ടാണ് എന്നറിയില്ല, പക്ഷെ നിർത്തിയേ മതിയാകൂ. ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ ഇസ്രായേലിന് ഒരിക്കലും ആകില്ല. ഇതൊരു വലിയ യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. ഗസ സമാധാനത്തോടെ മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ സമാധാനം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. അവരിപ്പോൾ തിരിച്ച് യുദ്ധം നടത്താനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കെട്ടിപ്പിടിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരെ അണയ്ക്കുകയും അവർക്ക് വേണ്ട ആരോഗ്യ കാര്യങ്ങൾ നൽകുകയും ചെയ്യുന്ന തിരക്കിലാണ് ഗസ. ഇപ്പോൾ അവർക്കൊരു യുദ്ധത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതൊരു വലിയ യുദ്ധമല്ലാത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. നെതന്യാഹു നടത്തുന്ന രാഷ്ട്രീയ യുദ്ധം അനാവശ്യമാണ് എന്ന് ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്രായേൽ സൈന്യം ഫലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം കൊണ്ട് ആർക്കും യാതൊരു ലാഭവുമില്ല എന്നും അത് നഷ്ടം മാത്രമാണ് ബാക്കി വെക്കുന്നതെന്നും ഓൾമർട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചു ദിവസം മുൻപേ തന്നെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വിദേശ നയതന്ത്രജ്ഞർക്കെതിരെ ഇസ്രായേൽ സേന വെടിയുതിർത്തിരുന്നു എന്ന് പറയാം. ഇതിന് പിന്നാലെ തന്നെയാണ് യൂറോപ്യൻ യൂണിയനും UK-യും ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളും ഇസ്രായേലിന് മേൽ ഉപരോധങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. ഇത് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാരണം തനിക്ക് മനസ്സിലായെന്ന് അമേരിക്കൻ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനോട് ഓൾമർട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും ഇതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെ നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇസ്രായേലിനോട് എത്രമാത്രം അമേരിക്ക പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ വാദം. പക്ഷെ ട്രംപ് ശരിക്കും പറഞ്ഞിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഗസയും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, ഇസ്രായേൽ ഗസയെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ട്രംപ് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഗസ ഇസ്രായേൽ അമേരിക്കയുടെ കയ്യിൽ കൊടുക്കുകയും അമേരിക്കയൊക്കെ അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടാക്കി കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നത് ട്രംപ് മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗസയും ഇസ്രായേലും തമ്മിലുള്ള അടി അമേരിക്ക ഇടപെടാതിരിക്കുന്നതാണ് ട്രംപ് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഗസയിലെ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് ഞാൻ എതിരാണ് എന്ന് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അവർ ഞങ്ങളെ കുറ്റകൃത്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നുവെന്നും യുദ്ധം കൊണ്ട് നഷ്ടം മാത്രം സംഭവിക്കുന്നുവെന്നും പിന്നെ ഞങ്ങൾ എന്തിന് യുദ്ധം തുടരണമെന്നും ഓൾമർട്ട് ചോദിക്കുന്നുണ്ട്. അതിനിടെ തന്നെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണെന്നും ഗസയിൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം 72 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. മാർച്ച് ആദ്യം മുതൽ ഗസയിലേക്ക് വെള്ളമോ ഭക്ഷണമോ ഇന്ധനമോ ആവശ്യമായിട്ടുള്ളതൊന്നും കടത്തിവിടാതെ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ. ഇപ്പോൾ ഗസ മുഴുവൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഞായറാഴ്ച മുതൽ ഗസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിന് പിന്നാലെ തന്നെയാണ് അന്താരാഷ്ട്ര വിമർശനവും കടുത്തുകൊണ്ടിരിക്കുന്നത്. ഗസയ്ക്ക് ആവശ്യ സഹായം നിഷേധിക്കുന്ന ഇസ്രായേലുമായുള്ള വ്യാപാര സഹകരണം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യം തന്നെ അവലോകനം ചെയ്യുമെന്ന് യൂറോപ്യൻ യൂണിയനും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ തന്നെ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ബദൽ സംവിധാനം നടപ്പായിട്ടില്ല. അതുപോലെ തന്നെ US കരാർ സ്ഥാപനത്തിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സംവിധാനവും ഒക്കെയും അതുപോലെ കീഴിൽ ഞായറാഴ്ച ഭക്ഷ്യ വിതരണം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. US ദൂതൻ സ്റ്റീവ് വിറ്റ്കാഫുമായി മൊസാദ് മേധാവി റോമിൽ ചർച്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഗസയിൽ ഇന്നലെ മാത്രം 72 ഫലസ്തീനികൾ കൊല്ലപ്പെട്ട കാര്യവും ഗസയിലെ മാനുഷിക സഹായത്തിനുള്ള ഒരു പുതിയ വിതരണ സംവിധാനം ഇനിയും നിലവിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യവും വളരെയധികം തന്നെ മനസ്സിൽ വയ്ക്കേണ്ട ഒന്നാണ്. ഇവരുടെ US കരാർ സ്ഥാപനത്തിന് ചുവടെ പരിമിത സ്വഭാവത്തിലുള്ള ഭക്ഷ്യ വിതരണം നടത്തുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിത്യം 500 ട്രക്ക് സഹായമെങ്കിലും ഗസയിലേക്ക് അനുവദിക്കണമെന്ന് UN-ഉം വിവിധ സന്നദ്ധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് എന്തായിരിക്കും സംഭവം എന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇസ്രായേൽ അത് ചെയ്യുമോ ചെയ്യില്ലയോ അതോ ധിഖരിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി ചുവടെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗസയിലേക്കുള്ള നീക്കം വളരെ നിർണായകമാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ.